പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും വിഷയങ്ങൾ ഏറെ ഉണ്ടായിട്ടും സ്വയം പ്രതിരോധത്തിലായ ഒരു പ്രതിപക്ഷത്തെയും നമ്മൾ വിലയിരുത്തണമല്ലോ. ഈ 100 ദിവസങ്ങളിലും കേരളം കണ്ടത് അങ്ങനെ ഒരു പ്രതിപക്ഷത്തെയാണ്. ശരിക്കും ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. വിവാദ വിഷയങ്ങൾ ഉയർത്തി ജനകീയ സമരത്തിനിറങ്ങാൻ പ്രതിപക്ഷത്തിനായില്ല. മാത്രമല്ല, ED റെയ്ഡിലും പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിലും പെട്ട് ഉഴലുകയാണ് ഈ ഉത്രാടമാകുമ്പോഴും പ്രതിപക്ഷം. 100 ദിനങ്ങൾ സർക്കാരിന്റെ മാത്രമല്ല, ഭരണ തുടർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നിരയിലേക്ക് കൂപ്പുകുത്തിയ ഇടതുപക്ഷത്തിന്റെ കൂടി വിലയിരുത്തലാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കനത്ത ആഘാതത്തിൽ നിന്നും മുന്നണി പൂർണ്ണമായും തിരിച്ചുവരാത്ത അവസ്ഥ. നയിക്കാൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിലും നായകന്റെ റോൾ അത്ര കണ്ട് ഫലപ്രദമാകുന്നില്ലെന്ന് മുന്നണിക്കുള്ളിൽ തന്നെ എതിർസ്വരങ്ങൾ ഉയർന്നു. നിയമസഭയിൽ കണ്ടതും അമ്പയെ പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ അടിയന്തര പ്രമേയത്തിന് കൃത്യമായ വിഷയം പോലും കണ്ടെത്താനാകാതെ പ്രതിപക്ഷം വലഞ്ഞു. സർക്കാർ മറുപടിയിൽ തുടർ ചോദ്യങ്ങൾ പോലും ചോദിക്കാനാകാതെ ബഹിഷ്കരണം പോലും ഉപേക്ഷിച്ച് സഭയിൽ തന്നെ തുടരേണ്ടി വന്ന പ്രതിപക്ഷത്തെയും കണ്ടു. ബന്ധുനിയമനം, കേന്ദ്ര സർക്കാരിനെ പഴിചാരാതെയുള്ള സർക്കാർ നീക്കങ്ങൾ, സർവകലാശാലകളിലെ RSS സാന്നിധ്യം, പ്രളയസമയത്ത് സംഭവിച്ച വീഴ്ച, മത്സ്യത്തൊഴിലാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനം വൈകിയത്, അങ്ങനെ ഒരുപിടി രാഷ്ട്രീയ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിലെത്തി. അധികാരത്തിലെത്തിയാൽ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ PM ശ്രീ വിഷയത്തിലടക്കം UDF തന്ത്രം മാറ്റി. എന്നാൽ സർക്കാരിനെതിരെയുള്ള വാർത്താ സമ്മേളനങ്ങൾ ഒഴിച്ചാൽ പ്രതിപക്ഷ പ്രതിഷേധം എങ്ങും കണ്ടില്ല. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പോലും മൗനം പാലിച്ചു. മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾ ഒരുമിച്ചുള്ള സമരത്തിനും വിലങ്ങ് തടിയായി. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ ED പരിശോധനയും തുടർന്നുണ്ടായ സംഭവങ്ങളും മുന്നണിക്ക് സ്വയം പ്രതിരോധിക്കേണ്ടി വന്നു. പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസിൽ പോലും പാർട്ടിയും മുന്നണിയും ഒന്നാകെ പ്രതിരോധത്തിലായി. പ്രതിപക്ഷ ഉപനേതാവ് തർക്കം തീരാ തലവേദനയായി. വല്യേട്ടൻ കളിക്കണ്ട എന്ന് CPI പച്ചയ്ക്ക് പറഞ്ഞു. സ്ഥാനം തന്നില്ലെങ്കിൽ പ്രത്യേക ബ്ലോക്ക് ആകാൻ അറിയാമെന്ന് CPI പരസ്യമായി പറഞ്ഞുവെച്ചു. ചുരുക്കത്തിൽ എല്ലാ പ്രതിരോധവും പാളി മുള്ളിനു മുകളിലായ പ്രതിപക്ഷത്തെയാണ് ഈ 100 ദിനങ്ങളിൽ കേരള രാഷ്ട്രീയം കണ്ടത്.